ശതകോടീശ്വരനും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്കും ഗൂഗിൾ സഹസ്ഥാപകൻ സെർജി ബ്രിന്നിന്റെ മുൻ ഭാര്യയും അഭിഭാഷകയുമായ നിക്കോൾ ഷനഹാനുമായി ബന്ധമുണ്ടായിരുന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട്. ഒരു സ്വകാര്യ പാർട്ടിയിൽ വെച്ച് മസ്കും ഷനഹാനും മാരക ലഹരിമരുന്നായ കെറ്റമിൻ ഉപയോഗിച്ചതായും ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 8 വ്യത്യസ്ത സ്രോതസ്സുകളെ ഉദ്ധരിച്ചാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട്. 2021 ഷനഹാൻ സംഘടിപ്പിച്ച ഒരു ജന്മദിന ആഘോഷത്തിനിടെയാണ് ഇരുവരും കെറ്റമിൻ ഉപയോഗിച്ചതായി പറയുന്നത്. അതേ വർഷം തന്നെ ആർട്ട് ബേസൽ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് മസ്കിന്റെ സഹോദരൻ കിംബാൽ മസ്ക് നടത്തിയ ഒരു സ്വകാര്യ പാർട്ടിയിലും ഇരുവരും ഒരുമിച്ച് പങ്കെടുത്തു. ഇവിടെ വെച്ച് ഇരുവരെയും മണിക്കൂറുകൾ കാണാതായതായി പരിപാടിയിൽ പങ്കെടുത്ത 4 പേരെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇവരുടെ പേരുകൾ പുറത്തുവിട്ടിട്ടില്ല. താൻ മസ്കുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് സെർജി ബ്രിന്നിനോട് ഷനഹാൻ തുറന്ന് പറഞ്ഞുവെന്നും റിപ്പോർട്ടിലുണ്ട്. 2022 തന്നെ ഇരുവരും തമ്മിൽ ബന്ധമുണ്ടെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് ഷനഹാൻ ഇക്കാര്യം നിഷേധിക്കുകയാണ് ചെയ്തത്. കൂടാതെ ആ രാത്രിയിൽ തന്റെ മകളുടെ ഓട്ടിസം ചികിത്സയെക്കുറിച്ച് മസ്ക് അവളുമായി ചർച്ച ചെയ്തിരുന്നു എന്നും അല്ലാതെ മറ്റൊന്നുമില്ലെന്നും അവർ പ്രതികരിച്ചു.